ജിദ്ദാമക്ക KMCC എറണാകുളം ജില്ലാ കമ്മിറ്റി അവതരിപ്പിക്കുന്ന ഇലക്ഷൻ പ്രചരണ വീഡിയോ. പൗരാവകാശത്തിന്റെ ജനവിധിക്കായി കാലം കാതോർക്കുന്ന ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സാരഥികളായി ജനവിധി തേടുന്ന UDFന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഉത്ബുദ്ധരായ മുഴുവൻ വോട്ടർമാരോടും ഞങ്ങൾ വിനയത്തോടെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അഴിഞ്ഞാടുന്ന ആഭ്യന്തരവും ഫുൾ സ്റ്റോപ്പില്ലാതെ കുതിച്ചു പായുന്ന വിലക്കയറ്റവും സ്വജനപക്ഷപാതവും തൊഴിലില്ലായ്മയും വ്യാജത്തരങ്ങളും കേരള ജനതയുടെ ക്ഷമ പരീക്ഷിക്കുമ്പോൾ വോട്ട് കുത്തിയവർ പോലും പ്രാഗി പറയുമ്പോൾ ഇവരെ കൊണ്ട് സ്വൈര്യം നഷ്ടപ്പെട്ടു എന്ന് സ്വന്തക്കാർ പോലും വിലപിക്കുമ്പോൾ കോടികൾ കടമെടുത്ത് സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് തള്ളിവിട്ട് സുഖലോലുപതയിൽ ആർത്തുല്ലസിക്കുന്ന കേരളം കണ്ടതിൽ ഏറ്റവും നെറികെട്ട ഭരണം കാഴ്ചവെക്കുന്ന ഇടതന്മാരുടെ അഴിമതി ദുർഭരണത്തിനെതിരെ അക്രമ രാഷ്ട്രീയത്തിന്റെയും കൊലപാതക രാഷ്ട്രീയക്കാരന്റെയും മുമ്പിൽ മുട്ടുമടക്കാതെ ആദർശത്തിന്റെ പടപ്പാട്ട് പാടിയ ജനാധിപത്യ ചേരിയുടെ പോരാളികളെ, UDFന്റെ സാരഥികളെ, അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകി UDFന്റെ മുഴുവൻ സാരഥികളെയും ത്രിതല പഞ്ചായത്തിലേക്കും മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും തെരഞ്ഞെടുത്തയക്കണമേ എന്ന് മുഴുവൻ വോട്ടർമാരോടും ഞങ്ങൾ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്, സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. ഇത് പൂരനഗരിയിലെ വെടിക്കെട്ടോ കുരുക്ഷേത്ര യുദ്ധമോ മാമാങ്ക മഹോത്സവമോ നേർച്ചയോ പള്ളിപ്പെരുന്നാളോ ഒന്നുമല്ല. ഇടനെഞ്ചിന്റെ ഉള്ളറയിൽ നിന്ന് വിരൽ തുമ്പിലേക്ക് ഊറ്റി ഉരുക്കിയെടുത്ത് തലച്ചോറ് കൊണ്ട് അവസാനത്തെ തീരുമാനമെടുത്ത് ആ ഒരൊറ്റ സെക്കൻഡിൽ കൃത്യമായി നിർവഹിക്കേണ്ട 5 വർഷത്തിന്റെ കരുതലും കാവലുമാക്കി മാറ്റേണ്ട നമ്മുടെ ഭാവി നിയന്ത്രിക്കുന്ന അനിവാര്യമായ അടയാളപ്പെടുത്തലാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം അത് ജനാധിപത്യ ചേരിയുടെ പോരാളികൾക്കാവട്ടെ, അത് ഐക്യജനാധിപത്യ മുന്നണിയിലാകട്ടെ, അത് UDFിലാവട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വോട്ടുകൾ നൽകി UDFന്റെ മുഴുവൻ സാരഥികൾക്കും വൻ ഭൂരിപക്ഷം നൽകി ത്രിതല പഞ്ചായത്തിലേക്കും മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും UDFന്റെ സാരഥികളെ തെരഞ്ഞെടുത്തയക്കണമെന്ന് മുഴുവൻ വോട്ടർമാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ജനം മാടിച്ചു
കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചും വെള്ളക്കരം വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു, പെട്രോളിന് സർചാർജ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ആവശ്യ വസ്തുക്കളുടെ വില വാണം പോലെ കുതിച്ചുയരുകയാണ്. മരുന്നുകളുടെ വില വർദ്ധിച്ചു, ബസ് ചാർജ് വർദ്ധിച്ചു, ഓട്ടോ ചാർജ് വർദ്ധിപ്പിച്ചു, ആശുപത്രിയിലെ OP ടിക്കറ്റിന്റെ കാശ് വർദ്ധിപ്പിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ അടിയന്തര സർജറികൾക്കുള്ള സാധന സാമഗ്രികൾ രോഗികൾ തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കണം. മനുഷ്യ വിസർജനത്തിന് വരെ കാശീടാക്കി തുടങ്ങി. എന്തിനേറെ, പതിറ്റാണ്ടുകൾക്ക് മുന്നേ കേരളത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ട രാജഭരണം കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന കേരളത്തിന്റെ നെറികെട്ട മുഖ്യമന്ത്രി അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് മാത്രം പ്രജകളെ നേരിടുന്ന കപട രാഷ്ട്രീയക്കാരനായ കേരള മുഖ്യൻ തനിക്കുമീതെ വളരുമെന്ന് തോന്നുന്ന സകലതിനെയും വെട്ടിനിരത്തി മക്കൾക്കും മരുമകനും കുടുംബത്തിനും നൽകി ബാക്കിയുള്ളത് മാത്രം നാട്ടുകാർക്ക് പിച്ച പോലെ എച്ചിൽ നൽകി സാധാരണക്കാരന്റെ ക്ഷേമ പെൻഷൻ പോലും ഒരു ഔദാര്യം പോലെ ഇരുന്ന് വാങ്ങിച്ച് ആഡംബരങ്ങൾക്കായി കോടികൾ പൊടിപൊടിച്ച് ആവശ്യങ്ങൾക്ക് മുമ്പിൽ കൈമലർത്തുന്ന അഴിമതിയും ദുർഭരണവും കാഴ്ചവെക്കുന്ന പിണറായി വിജയൻ എന്ന കഴിവുകെട്ട മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന ഈ വർത്തമാന കാലത്തിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിലപ്പെട്ട മനസാക്ഷിയുടെ അംഗീകാരമായ വോട്ടാവകാശം അത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വികസനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ചിഹ്നങ്ങളായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ചിഹ്നങ്ങളിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകി UDFന്റെ മുഴുവൻ സാരഥികൾക്കും വൻ ഭൂരിപക്ഷം നൽകണമേ എന്ന് മുഴുവൻ വോട്ടർമാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. തിരിഞ്ഞ